ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂം മേ പെർഫോം ദി കോൺട്രാക്റ്റ് എന്നുള്ളത് വരെയാണ് നമ്മൾ ആരെ അല്ലേ, ആരെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊമിസർ അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഹൂ ക്യാൻ ഡിമാൻഡ്, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ഹൂ ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്കിതിലെടുക്കാനുള്ളത് കേട്ടോ. ദി ഫോളോയിങ് പേഴ്സൺ മേ ഡിമാൻഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ആരൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രൊമിസി, പിന്നെ പറയുന്നത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, തേർഡ് പാർട്ടി, ജോയിൻറ്റ് പ്രൊമിസീസ്. അങ്ങനെ 4 പേരെയാണ് നമ്മളതിൽ ഹൂ ക്യാൻ ഡിമാൻഡ്, ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. അപ്പോൾ അതിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രൊമിസി, പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ തേർഡ് പാർട്ടി, ജോയിൻറ്റ് പ്രൊമിസീസ്. അങ്ങനെ 4 ആയിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊമിസീസ് എന്നാണ് പറയുന്നത്. പ്രൊമിസീസ് ക്യാൻ ഓൺലി ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ് അണ്ടർ എ കോൺട്രാക്റ്റ്. അപ്പോൾ എന്താണോ പെർഫോമൻസ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനാണ് പ്രൊമിസീസ് ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ പ്രോമിസ് ബി ടു ബൈ ₹10,000 ടു സി. ബി ടു പേ, എ എന്ത് ചെയ്യുന്നു, പ്രോമിസ് ചെയ്യുന്നു ബി ടു പേ 10,000 എത്രയ്ക്ക് സിക്ക് കൊടുക്കാൻ അല്ലേ. ഇറ്റ് ഈസ് ഓൺലി ബി ഹു ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ആൻഡ് നോട്ട് സി. ആ പെർഫോമൻസ് ചെയ്യാൻ മാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രൊമിസി. ദ പ്രൊമിസി ക്യാൻ ഓൺലി ഡിമാൻഡ്, എന്താ ഡിമാൻഡ് ചെയ്യുന്നത്, പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ്. പെർഫോമൻസ് എന്താ വെച്ചെങ്കിൽ അത് ചെയ്യുക, അതാണ് അതിൽ പറയുന്നത്. ഇനി അടുത്ത ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ആരൊക്കെയാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിൽ അനന്തരാവകാശികളായിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരൊക്കെയാ വെച്ചെങ്കിൽ അത് ഇൻ ദിസ് കേസ് ഡെത്ത് ഓഫ് ദി പ്രൊമിസി, ഡെത്ത് ഓഫ് പ്രൊമിസി മരിച്ചു പോയിച്ചെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾ, അതാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. അവരോട് പറയുന്നു അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദി കോൺട്രാക്റ്റ് ഓൺ ദി കോൺട്രാക്റ്റ് ഓഫ് എ പേഴ്സണൽ നേച്ചർ. അപ്പോൾ ആരാണോ ഇപ്പോൾ നമ്മൾ പ്രൊമിസി അല്ലെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. നെക്സ്റ്റ് വൺ തേർഡ് പാർട്ടി. In certain cases, third person who is not a party to the contract can also demand. Third party ഒരു മെമ്പർ പോലെ അല്ലെങ്കിലും അയാളോടും ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ജോയിൻറ്റ് പ്രൊമിസീസ്. ഇപ്പോൾ ഒരാളില്ല, അയാളുടെ ഇപ്പോൾ ജോയിൻ്റ് ആയിട്ട് 2-3 ആൾക്കാർ കൂടിയിട്ടാണെങ്കിൽ, ഒരാളില്ലെങ്കിൽ അതിന് പകരമായിട്ട് വേറൊരാൾ, അതിൽ ആരാണോ ജോയിൻ്റ് ആയിട്ട് ടീമിലുള്ളത് വെച്ചെങ്കിൽ അവർ അല്ലേ. In the case of several promises, unless a contrary intention appears, the performance can be demanded by the following person. All the promises jointly in case all the promises are alive. Representative of deceased person jointly with the surviving from promises and in case of death of any joint promises. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ദം ജോയിൻ്റ്ലി ഇൻ ദ കേസ് ഓഫ് ഓൾ ജോയിൻറ്റ് പ്രൊമിസീസ്. അപ്പോൾ എങ്ങനെയൊക്കെ ജോയിൻറ്റ് പ്രൊമിസീസ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ ദ കേസ് ഓഫ് സെവറൽ പ്രൊമിസീസ് അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ദ പെർഫോമൻസ് ക്യാൻ ബി ഡിമാൻഡഡ്. ആരോടൊക്കെയാണ് പെർഫോമൻസ് ചെയ്യാനാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഇൻ ദ ഫോളോയിങ് പേഴ്സൺ, താഴെ പറയുന്ന ആൾക്കാരോടൊക്കെയാണ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. ഓൾ ദി പ്രൊമിസീസ് ജോയിൻ്റ്ലി ഇൻ കേസ് ഓഫ് ദി പ്രൊമിസീസ് അലൈവ്. എല്ലാവരും ജോയിൻ്റ് ആയിട്ട് അല്ലെ, ഒരാളില്ലെങ്കിൽ ബാക്കി എല്ലാവരും ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മരിച്ച ആളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോട്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിക്കീസ്ഡ് പേഴ്സൺ. നെക്സ്റ്റ് വൺ റെപ്രസെൻറ്റേറ്റീവ് ഓഫ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് കൂടി ചേർന്നിട്ട്. അങ്ങനെ 3 തരത്തിലാണ് പെർഫോമൻസ് ചെയ്യാനാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹു ക്യാൻ ഡിമാൻഡ് ദി പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എന്നുള്ളതിൽ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൊമിസി, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, തേർഡ് പാർട്ടി, ജോയിൻറ്റ് പ്രൊമിസീസ്. നെക്സ്റ്റ് വൺ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് പറയാനുള്ളത് ടൈം, സമയം, പ്ലേസ്, സ്ഥലം, എങ്ങനെയൊക്കെയാണ് പെർഫോമൻസിൻ്റെ പറയുന്നത് അല്ലേ.
ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ദ ലീഗൽ റൂൾസ് ആസ് ടു ടൈം ആൻഡ് പ്ലേസ് ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ടൈം, പ്ലേസ്, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് സെക്ഷൻ 46 to 50 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, 46 മുതൽ 50 വരെയുള്ള കോൺട്രാക്ട് ആക്റ്റിലാണ് പറയുന്നത് കേട്ടോ. സിമ്പിളാണ്, പോയിന്റ് പഠിച്ചാൽ മതി. ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെത്താൻ എഴുതാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ ലാംഗ്വേജ് ആണ് അതിലുള്ളത്. There were no time is specified. പ്രത്യേകിച്ച് സമയം പറഞ്ഞിട്ടില്ല. ഓൾസോ നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രൊമിസി. നോ പ്രത്യേക സമയവും പറഞ്ഞിട്ടില്ല, പ്രത്യേക എന്തും പറഞ്ഞിട്ടില്ല. ഓൾസോ നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ്. അത് അങ്ങനത്തെ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ആ പോയിന്റ് മനസ്സിലാക്കിയ പ്രത്യേക സമയവും പറഞ്ഞിട്ടില്ല, പ്രത്യേക റിക്വസ്റ്റും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 47 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, വേർ ദ ടൈം ഓഫ് പെർഫോമൻസ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്ട് ആൻഡ് ദി പ്രൊമിസർ ഹിംസെൽഫ് ഹാസ് ടു പെർഫോം ദി പ്രോമിസ് വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഓർ ഡിമാൻഡ് ഓഫ് ദി പ്രൊമിസീസ് ഇൻ ദിസ് റിഗാർഡ് അല്ലേ. അത് ആ പോയിന്റ് തന്നെ നമ്മൾ അതിൽ എഴുതുകയേ വേണ്ടൂ. ടൈമും പറഞ്ഞിട്ടില്ല, സ്പെസിഫിക് ടൈമും പറഞ്ഞിട്ടില്ല, റിക്വസ്റ്റും വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ ഒക്കെ കണക്റ്റഡ് ആണ്, മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി സെക്ഷൻ 46 ആണ് അത് പറഞ്ഞത്. ഇനി 47 അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വേർ ടൈം ഈസ് സ്പെസിഫൈഡ്. ഇവിടെ സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നോ ടൈം ഈസ് സ്പെസിഫൈഡ്, ഇവിടെ സമയം പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രൊമിസി. സമയം പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ഇല്ല. അതിനെ നമ്മൾ ആ പോയിന്റ് തന്നെയാണ് അവിടെ ചോട്ടിൽ എഴുതി വയ്ക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. According to section 47 of the contract act, when a promise is to be performed on a particular day, the promisor has agreed to perform it without any request by the promisee. മനസ്സിലായല്ലോ, അത് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. 47 കേട്ടോ. പിന്നെ വെൻ ടൈം ഈസ് സ്പെസിഫൈഡ് ബട്ട് റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രൊമിസി. രണ്ടും ഉണ്ട്, ടൈമും ഉണ്ട്, റിക്വസ്റ്റും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ 47 ആയിരുന്നു, ഇത് 48 കേട്ടോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 48, അത് തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. വെൻ എ പ്രോമിസ് ഈസ് ടു ബി പെർഫോംഡ് ഓൺ എ സർട്ടൺ ഡേ ബട്ട് ദ പ്രൊമിസർ ഹാസ് നോട്ട് മെയ്ഡ് ഹിംസെൽഫ് റെസ്പോൺസിബിൾ ടു പെർഫോം ഇറ്റ് വിത്തൗട്ട് എ റിക്വസ്റ്റ് ഈസ് മെയ്ഡ് ബൈ ദി പ്രൊമിസി ഇൻ ദിസ് റിഗാർഡ്. ഇൻ സച്ച് എ കേസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രൊമിസി to apply for performance at a proper place within a usual hours of business. അതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് വെച്ചെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഡേയിൽ എപ്പോഴാണോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയം വെച്ചെങ്കിൽ ആ സമയത്ത് യൂഷ്വൽ വർക്കിംഗ് ഡേയ്സിൽ എന്താണോ ഡിമാൻഡ്, എന്താണോ പെർഫോമൻസ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അത് ചെയ്യുക അല്ലേ. പിന്നെ വെൻ നോ പ്ലേസ് ഈസ് സ്പെസിഫൈഡ് ബട്ട് ഓൾസോ നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ്. പ്ലേസും ഇല്ല, റിക്വസ്റ്റും ഇല്ല. നമ്മൾ പ്ലേസും പറഞ്ഞിട്ടില്ല, റിക്വസ്റ്റും. അക്കോർഡിംഗ് ടു സെക്ഷൻ 49 of the contract act, when the place of promise is not fixed in the time of contract, no request or demand is to be made by the promisee in this regard. In such a case, it is the duty of the promiser to apply the promisee to fix and decide a reasonable price. അത് മാർക്ക് ചെയ്യുക കേട്ടോ, അതാണ് അവിടെ വേണ്ടത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി, ആരുടെ ഡ്യൂട്ടിയാണ്? ഓഫ് ദി പ്രൊമിസർ ടു അപ്ലൈ ദി പ്രൊമിസി. പ്രൊമിസിയോട് ചോദിക്കുകയാണ് ഏത് പ്ലേസിലാണ് വേണ്ടത് എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടത് പ്രൊമിസറുടെ ഡ്യൂട്ടിയാണ്. പിന്നെ നെക്സ്റ്റ് വൺ, പെർഫോമൻസ് ഇൻ ദ മാനർ ആൻഡ് അറ്റ് ദി ടൈം പ്രിസ്ക്രൈബ്ഡ് ഓർ സാങ്ഷൻ ബൈ ദി പ്രൊമിസി അല്ലേ. പെർഫോമൻസ് ഏത് മാനർ രീതിയിലാണ് വേണ്ടത്, ടൈം എങ്ങനെയാണ് വേണ്ടത്, അതിനുള്ള സാങ്ഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ്? പ്രൊമിസി അല്ലേ. പെർഫോമൻസ് ഇൻ ദ മാനർ അറ്റ് ദ ടൈം പ്രിസ്ക്രൈബ്ഡ് ആൻഡ് സാങ്ഷൻ ബൈ ദി പ്രൊമിസി. According to section 50 of the Contract Act, where the manner and the time of performance has been prescribed or sanctioned by the promisee. In such a case, the performance of promise must be made in the prescribed manner at the prescribed time. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുക, പഠിക്കുക, അത്രയും വേണ്ടത്. ടൈം ആൻഡ് പ്ലേസ്, സമയം എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് പെർഫോമൻസ് വേണ്ടത് എന്നുള്ളത്. പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം പറയുക നോ ടൈം, പിന്നെ നോ റിക്വസ്റ്റ്, പിന്നെ ടൈം പറഞ്ഞിട്ടുണ്ട്, നോ റിക്വസ്റ്റ്, പിന്നെ ടൈമും റിക്വസ്റ്റും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അല്ലേ. നാലാമത്തെ എന്താ പറയുന്നത്? നോ പ്ലേസ് നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ്. അഞ്ചാമത്തെ ചെയ്യുമ്പോഴോ പെർഫോമൻസ് ഇൻ ദ മാനർ അറ്റ് ദി ടൈം എല്ലാം തീരുമാനിക്കുന്നത് ആരായിരിക്കും? പ്രൊമിസി. ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ പറയുന്നത് ടൈം ആസ് എൻ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമുക്ക് പ്രധാനപ്പെട്ടതായ കാര്യം എന്താണ് ഒരു എസെൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? ടൈം ഈസ് എൻ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം എന്ന് പറയുന്നത് അല്ലേ. Time is an essence of contract means that time is an essential factor
and therefore the concerned party must perform their promises within the stipulated time. സമയം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അപ്പോൾ ടൈം ഈസ് ആൻ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. if one party fails to perform his promise in time, ഏതെങ്കിലും ഒരു പാർട്ടി പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയാൽ then the question may arise as can the other party be in a position to cancel the contract അല്ലേ. അപ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇസ് ദി എസെൻസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പാർട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഈ ക്വസ്റ്റ്യൻ മേ അറൈസ് എന്താണ്, ക്യാൻ ദി അതർ പാർട്ടി ബി ഇൻ എ പൊസിഷൻ ടു ക്യാൻസൽ ദി കോൺട്രാക്റ്റ്. അപ്പോൾ ദി ഇൻറ്റൻഷൻ ടു മേക്ക് ദ ടൈം ഈസ് ആൻ എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് ആൻഡ് മേ ബി ഇൻഫേർഡ് ഫ്രം ദി ഫ്യൂച്ചർ ഓഫ് ദി ഐറ്റം സോൾഡ്. എങ്ങനെയൊക്കെയാണ് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ഒരു ഐറ്റം സോൾഡ് ചെയ്യണോ, അതുപോലെ കണ്ടക്റ്റ് ഓഫ് ദി പാർട്ടീസ് എങ്ങനെയൊക്കെയാണ്, നടത്തിപ്പ് എങ്ങനെയൊക്കെയാണ്, സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് എങ്ങനെയൊക്കെയാണ് അറ്റ് ഓർ ബിഫോർ ദി കോൺട്രാക്റ്റ്. അപ്പോൾ ടൈം ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ ദി ഇൻറ്റൻഷൻ ടു മേക്ക് എ ടൈം ഈസ് ആൻ എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് മേ ബി ഇൻഫേർഡ് ഫ്രം ദി നേച്ചർ ഓഫ് ദി ഐറ്റം സോൾഡ്, കണ്ടക്റ്റ് ഓഫ് ദി പാർട്ടീസ്, സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് അറ്റ് ആൻഡ് ബിഫോർ ദി കോൺട്രാക്റ്റ്. അപ്പോൾ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. In the following circumstances, time always considered to be the essence of contract. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം ഈസ് ഓൾവേസ് കൺസിഡേർഡ്, ടൈമിന് എസെൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ്? വേർ ദ പാർട്ടീസ് ഹാവ് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് ദി പാർട്ടീസ് എന്ത് ചെയ്യുന്നു, വേർ ദി പാർട്ടീസ് ഹാവ് എക്സ്പ്രസ്ലി അഗ്രീഡ് അല്ലെ, എക്സ്പ്രസ് ചെയ്യുന്നു ടു ടേക്ക് ദ ടൈം ആസ് ദി എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. വേർ ദ ഡിലേ ഓപ്പറേറ്റ്സ് ദി ഇഞ്ചുറി ടു ദ പാർട്ടി, ഡിലേ താമസം സംഭവിക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇഞ്ചുറി സംഭവിക്കുക അല്ലെ, അങ്ങനെ ഡിലേ സംഭവിക്കുക. വേർ ദി നേച്ചർ ഓർ നെസസിറ്റി ഓഫ് ദി കോൺട്രാക്ട് റിക്വയേഴ്സ് ദ ടൈം ടു ദ എസെൻസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ നെസസിറ്റി. നേച്ചർ പറഞ്ഞ സ്വഭാവം, നെസസിറ്റി പറഞ്ഞ ആവശ്യം, അതിനനുസരിച്ചിട്ടും ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോളോയിങ് ആർ ദ സർക്കംസ്റ്റാൻസസ് വേർ ടൈം ഈസ് നോട്ട് ആൻ എസെൻസ്. അപ്പോൾ നമ്മൾ ടൈം എസെൻസ് ആയ കാര്യങ്ങളാണ്, 3 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ടൈം ഈസ് നോട്ട് ആൻ എസെൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ദി പാർട്ടീസ് ഹാവ് നോട്ട് എക്സ്പ്രസ്ലി അഗ്രീഡ്, എക്സ്പ്രസ് ആയിട്ട് പറയുന്നില്ല ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം പറയുന്നില്ല. ദി പാർട്ടീസ് ഹാവ് നോട്ട് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് ദി എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. The delay in performing the contract does not affect injury to the party. പിന്നെ ഡിലേ സംഭവിച്ചാലും ആർക്കും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഇഞ്ചുറിയും ഉണ്ടാവുന്നില്ല. പിന്നെ നേച്ചർ ഓഫ് ദി കോൺട്രാക്ട് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദി ടൈം ഈസ് ദ നേച്ചർ എന്ത് പറയുന്നില്ല, ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ദ ടൈം ആസ് ദി എന്താണ് നേച്ചർ എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. അങ്ങനത്തെ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത് കേട്ടോ. നമ്മൾ ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോൺട്രാക്റ്റിൽ. ടൈം ഈസ് ദി എസെൻഷ്യൽ ഫാക്ടർ ഓഫ് എ കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെ കാര്യത്തിലാണ് ടൈം ഇമ്പോർട്ടൻ്റ് ആയതും ടൈം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻസ് ഓഫ് വേർ ദ പാർട്ടീസ് ഹാവ് എക്സ്പ്രസ്ലി അഗ്രീ ടു ട്രീറ്റ് ദ ടൈം അവർ പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്നത് വേർ ദ ഡിലേ ഓപ്പറേറ്റ്സ് ഈസ് ഇഞ്ചുറി ടു ദ പാർട്ടി, ഡിലേ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പാർട്ടിക്ക് ഇഞ്ചുറി സംഭവിക്കുക. പിന്നെ എന്താ പറയുന്നത്, വേർ ദി നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് കോൺട്രാക്ട് റിക്വയേഴ്സ് അറ്റ് ദി എസെൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഇനി താഴെ പറയുന്ന സർക്കംസ്റ്റാൻസിനൊന്നും എന്താണ് ടൈം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ നോട്ട് ചേർത്തേണ്ട എഴുതുക. നോട്ട് എക്സ്പ്രസ്ലി അഗ്രീഡ്, പിന്നെ നോട്ട് ഡിലേ ഉണ്ടാക്കുന്നില്ല, നോട്ട് ഇഞ്ചുറി, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ്, ഏതൊക്കെ കോൺട്രാക്റ്റുകളാണ് നമുക്ക് ആവശ്യമില്ലാത്ത, പെർഫോം ചെയ്യണം എന്നാവശ്യമില്ലാത്ത കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ് എന്നുള്ളതാണ് പറയുന്നത്. വെൻ ഇസ് പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ, ഒരു കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലേ. പിന്നെ വെൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് അഗ്രീ ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്റ്റ്, അതിന് പകരമായിട്ട് വേറൊരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നത്. വെൻ ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് അഗ്രീ ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്ട് ഫോർ ഇറ്റ് ഓർ ടു ക്യാൻസൽ ഓർ അൾട്ടർ ഇറ്റ്.
പിന്നെ ഇപ്പം നമ്മൾ എന്താണ് ടോപ്പിക്ക് പറയുന്നത്, എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ് അല്ലേ. ഏതൊക്കെ കോൺട്രാക്റ്റുകളാണ് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ്? എ കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ് വെൻ ദ പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ ആവാൻ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. വെർ ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് അഗ്രി ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്ട് for it and to cancel or alter it. പിന്നെ when the promisee release from its obligation or excuse for its performance അല്ലേ. ഒരു ഒബ്ലിഗേഷൻ എന്തൊക്കെയാണുള്ളത് വെച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ റിലീസ് ആവുക. പിന്നെ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനെ സെറ്റ് അസൈഡ് നീക്കി വയ്ക്കുന്നു. വേർ ദി ഫെയിലിയർ പെർഫോമൻസ് ഹാസ് ബീൻ കോസ്ഡ് ബൈ ദി പ്രൊമിസീസ് നിഗ്ലെക്റ്റ് ഓർ റെഫ്യൂസൽ അല്ലേ. പ്രൊമിസി നിഗ്ലെക്റ്റ് ചെയ്യുക, നിഗ്ലെക്റ്റ് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ റെഫ്യൂസൽ കൊണ്ട് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുക അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, വേർ ദി ഫെയിലിയർ ഓഫ് പെർഫോമൻസ് ഹാവ് ബീൻ കോസ്ഡ് ബൈ ദി പ്രൊമിസീസ് നിഗ്ലെക്റ്റ് ഓർ റെഫ്യൂസൽ ദി പ്രൊമിസർ വിൽ ബി എക്സ്ക്യൂസ് ചെയ്യാൻ ക്ഷമിക്കുന്നു, പ്രൊമിസർ അതിനെ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വെൻ ദ കോൺട്രാക്ട് ബിക്കം ഇലീഗൽ, നമ്മൾ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഇലീഗൽ കോൺട്രാക്റ്റ് ആവുക. ഇത്രയൊക്കെയാണ് കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ് എന്നുള്ളതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസസ്. എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ഉണ്ടാകുന്നത്? പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസസ് എങ്ങനെയൊക്കെയാണ്? കുറച്ച് നമുക്കൊരു 4 പോയിന്റുകളാണ്. പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസസ് അല്ലെ, ജോയിൻ്റ് ആയിട്ട് 1-2 ആൾക്കാർ കൂടിച്ചേർന്നിട്ടുള്ള പ്രോമിസുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്? പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസസ് എന്നുള്ളതിനാണ് പറയുന്നത്. When 2 or more person enter into a joint contract with one or more person, the promises under such a contract is known as joint promises. അപ്പോൾ എന്താ പറയുക joint promises എന്ന് പറയുന്നത്? എന്താ പറയുന്നത് വെച്ചാൽ പെർഫോമൻസ് ഓഫ് joint promises എന്ന് പറഞ്ഞാൽ when 2 or more person, 2-2-ൽ കൂടുതൽ ആൾക്കാർ enter into a joint contract, joint contractൽ എൻ്റർ ചെയ്യുകയും വിത്ത് 1 or more person ദി പ്രൊമിസീസ്, 1-1-ൽ കൂടുതൽ ആൾക്കാർ പ്രൊമിസീസ്, 2-2-ൽ കൂടുതൽ ആൾക്കാർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതിൽ 2-2-ൽ കൂടുതൽ ആൾക്കാർ പ്രൊമിസീസ് ആയിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ the rules regarding the performance of joint promises may be as follows. എന്തൊക്കെ റൂൾസുകളാണ്, നിയമങ്ങൾ? ഇപ്പോൾ ഈ ജോയിൻറ്റ് പ്രോമിസസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള റൂൾസുകളാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്, എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിവല്യൂഷൻ എന്ന വിഭജനം. എങ്ങനെയൊക്കെയാണ് ലാബിലിറ്റി, ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലാബിലിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2-2-ൽ കൂടുതൽ ആൾക്കാർ കൂടിച്ചേർന്നിട്ട് നടത്തുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ലാബിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതാണ് പറയുന്നത് ജോയിൻറ്റ് പ്രൊമിസ് എന്ന് പറഞ്ഞാൽ 2-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലാബിലിറ്റീസ്, ജോയിൻറ്റ് ലാബിലിറ്റി ആയിരിക്കും അല്ലേ, എല്ലാവർക്കും കൂടിയിട്ടായിരിക്കും അവിടുത്തെ ബാധ്യത ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ വിഭജനം, ഡിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിഭജനം എങ്ങനെയൊക്കെയാ വെച്ചെങ്കിൽ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, എനി വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രൊമിസർ മേ ബി കമ്പൽ ടു പെർഫോം. ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പ്രൊമിസറിനെ കമ്പൽ, നിർബന്ധിക്കുക അല്ലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റിലീസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസർ ആൻഡ് ഇസ് ഇഫക്റ്റ്, റിലീസ് ആവുക. പിന്നെ ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്, വിഭജിക്കുക. റൈറ്റ്സ് പറഞ്ഞാൽ അധികാരങ്ങൾ, എന്തൊക്കെയാണ് റൈറ്റ്സ് ആണുള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ വിഭജനം. അങ്ങനെ 4 ആയിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിവല്യൂഷൻ, വിഭജനം ഓഫ് ജോയിൻറ്റ് ലാബിലിറ്റീസ്. എങ്ങനെയൊക്കെയാണ് ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാസിംഗ് ആൻഡ് ട്രാൻസ്ഫറിങ് ഓഫ് ജോയിൻറ്റ് ലാബിലിറ്റീസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 42 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, വെൻ 2 or more person have made a joint promise, all of them must jointly fulfill ദിസ് പ്രോമിസ് അല്ലേ. ഇപ്പോൾ 2-3 ആൾക്കാർ കൂടിയിട്ട് നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട്. അതേമാതിരി തന്നെ 2-3 ആൾക്കാർ കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ടാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ അവരെല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്തമാണുള്ളത്, അത് ഫുൾഫിൽ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ദി ഡെത്ത് ഓഫ് വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രൊമിസർ, ഏതെങ്കിലും ഒരാൾ മരിച്ചു വെച്ചെങ്കിൽ ആരെ ഏൽപ്പിക്കുന്നു? ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ആരാണോ അയാളുടെ അടുത്ത അനന്തരാവകാശികൾ വെച്ചെങ്കിൽ അവരെ നമ്മളത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എനി വൺ ഓഫ് ദം ജോയിൻറ്റ് പ്രൊമിസേഴ്സ് മേ ബി കമ്പൽ ടു പെർഫോം. ഏതെങ്കിലും ഒരാളെ മാത്രം നമ്മൾ നിർബന്ധിച്ച് കമ്പൽ ചെയ്യാൻ, നിർബന്ധിക്കുക. വെൻ 2 or more person make joint promise, the promisee may in the absence of express agreement to the contrary, എക്സ്പ്രസ് എഗ്രിമെൻറ്റ് നടത്തിയില്ല, നമ്മൾ വാക്കാൽ അതിനെപ്പറ്റി എക്സ്പ്രസ് ചെയ്യാത്ത കാരണം, കമ്പൽ എനി വൺ ഓർ മോർ ഓഫ് സച്ച് ജോയിൻറ്റ് പ്രൊമിസേഴ്സ് ടു പെർഫോം ദി ഹോൾ ഓഫ് ദി പ്രൊമിസ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാത്ത കാരണങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക്
ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ റിലീസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസർ ആൻഡ് ഇസ് ഇഫക്റ്റ് വെൻ വൺ ഓർ മോർ പേഴ്സൺ ഹാവ് മെയ്ഡ് എ ജോയിൻറ്റ് പ്രൊമിസ്. റിലീസ് വൺ ഓഫ് ജോയിൻറ്റ്, അതിൽ ആരെങ്കിലും 1-2 പേര് വേണ്ടാന്ന് വെച്ച് പോവുക, റിലീസായി പോയി. റിലീസ് ഓഫ് വൺ ഓഫ് ജോയിൻറ്റ് പ്രൊമിസേഴ്സ് ബൈ ദി പ്രൊമിസി നോട്ട് ഡിസ്ചാർജ് ദി അതർ മറ്റുള്ള ആൾക്കാരെ വേണ്ടാന്ന് വെക്കുന്നില്ല. നൈദർ ഡസ് ഇറ്റ് ഫ്രീ ഫ്രം ദി ജോയിൻറ്റ് പ്രൊമിസർ, സോ റിലീസ്ഡ് ഫ്രം ദി റെസ്പോൺസിബിലിറ്റി ടു അതർ ജോയിൻറ്റ് പ്രൊമിസേഴ്സ് ടു ജോയിൻറ്റ് പ്രൊമിസേഴ്സ്. മറ്റുള്ളവരത് ചെയ്തു തീർക്കുക, അതാണ് പറയുന്നത്. പിന്നെ ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്സ്. സെക്ഷൻ 45 ഡിവല്യൂഷൻ നടത്തുന്ന വിഭജനം നടത്തുക. റൈറ്റ്സ് പറഞ്ഞ അധികാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഡിവിഷൻ നടത്തുന്നത്. സെക്ഷൻ 45 ഡീൽസ് ദ ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്സ് വെൻ എ പേഴ്സൺ ഹാസ് മെയ്ഡ് എ പ്രോമിസ് ടു 2 or more person jointly the right to demand the performance of the promise. റൈറ്റ്സ് അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് റെസ്റ്റ് വിത്ത് ദ ജോയിൻറ്റ് പ്രൊമിസീസ് ഡ്യൂറിങ് ഹിസ് ജോയിൻറ്റ് ലൈഫ്സ് അൺലെസ് അതർവൈസ് ഇറ്റ് പ്രൊവൈഡഡ്. ഇൻ കേസ് എനി വൺ ഓഫ് ദം ഡൈസ്, അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാ റൈറ്റ്സ് കിട്ടുന്നു? അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കിട്ടുന്നു. ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിക്കീസർ എലോങ് വിത്ത് ദ സർവൈവേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ക്ലൈം ദി. ഒന്നുമില്ല, റൈറ്റ് എല്ലാവർക്കും, അധികാരം ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഒപ്പമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി അതിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിലുള്ള ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഡിക്കീസ്ഡ് പേഴ്സൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അതിനുള്ള റൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പോൾ പെർഫോമൻസിനെ നമ്മൾ 4ആയിട്ടാണ് പെർഫോമൻസിനെ നമ്മൾ 2-2 കൂടുതൽ ആൾക്കാർ കൂടി ചേർന്നിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറയുന്നത്. ആ ജോയിൻറ്റ് പ്രോമിസിനെ നമ്മൾ 4ആയിട്ടാണ് പറയുന്നത്. അതിൽ കാര്യങ്ങൾ നടത്തുന്ന ആദ്യം ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലാബിലിറ്റി, വിഭജനം. ലാബിലിറ്റി എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചു പോയാൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കുന്നു. പിന്നെ എനി വൺ ഓഫ് ദം ജോയിൻറ്റ് പ്രൊമിസേഴ്സ് മേ ബി കമ്പൽ ടു പെർഫോം. അല്ലേ, ആരുടെയെങ്കിലും ആബ്സെൻസ് വരികയാണെങ്കിൽ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് പ്രകാരം മനസ്സിലാവാണ്ട് ആരുടെയെങ്കിലും ആബ്സെൻസ് വരികയാണെങ്കിൽ മറ്റുള്ളവരത് കമ്പൽഡായിട്ടും നിർബന്ധിതപ്പെടുന്നു ചെയ്യണം. പിന്നെ റിലീസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസ് ആൻഡ് ആരെങ്കിലും അതിൽ റിലീസ് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ മറ്റുള്ളവരത് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്, എല്ലാവർക്കും അത് ചെയ്യാനുള്ള റൈറ്റ് അധികാരം കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അതിൻ്റെ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റെസിപ്രോക്കൽ ഓഫ് പ്രോമിസ്. വിപരീതപരമായിട്ട് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിൽക്രമം, അല്ലേ, വിപരീതപരമായിട്ട്. എ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് when one party make a promise in consideration of a similar promise made by other party. Such a contract in exchange of promise which from the consideration or part of consideration for each other are called reciprocal promises എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. A contract consists of reciprocal promise. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിൽക്രമം. when വൺ പാർട്ടി മേക്സ് എ പ്രോമിസ്, ഒരാളൊരു പാർട്ടി ഒരു പ്രോമിസ് ഉണ്ടാക്കി ഇൻ കൺസിഡറേഷൻ ഓഫ് എ സിമിലർ പ്രോമിസ് മെയ്ഡ് ബൈ അതർ പാർട്ടി, അതേമാതിരിയുള്ളൊരു പ്രോമിസ് വേറൊരു പാർട്ടിയും ചെയ്തു. സച്ച് എ കോൺട്രാക്ട് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് പരസ്പരം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രോമിസ് വിച്ച് ഫോം ദി കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് കൺസിഡറേഷൻ ഫോർ, അങ്ങനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തൊരു റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രോമിസ് വിച്ച് ഫോം ദി കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. എന്താണ് പറഞ്ഞാൽ? പ്രോമിസ് വിച്ച് ഫോം ദി കൺസിഡറേഷൻ ആൻഡ് പാർട്ട് ഓഫ് കൺസിഡറേഷൻ ഈച്ച് അതർ ഈസ് കോൾഡ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നു. ഇനി ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. ആദ്യം മ്യൂച്വൽ ആൻഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായത്. പിന്നെ മ്യൂച്വൽ ഓർ ഡിപ്പെൻഡൻറ്റ് പറഞ്ഞാൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. പിന്നെ നോക്കുക, മ്യൂച്വൽ ഓർ കൺകറൻറ്റ്. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, നോക്കുക. ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. ലോർഡ് മാൻസ്ഫീൽഡ് ഇൻ ജോൺസ് വേഴ്സസ് ബാർക്കലി കേസ്, ഒരു കേസ് പ്രകാരമാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. റെസിപ്രോക്കൽ പ്രോമിസിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. when the promise are to be performed by each party independently, ഓരോ പാർട്ടിയും ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ അതർ പാർട്ടി ടു പെർഫോം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം ഒരു പണി ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ വരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് മടി പിടിച്ചിരിക്കാണ്ട് എന്താണോ ചെയ്യാനുള്ളത് വെച്ചാൽ വിത്തൗട്ട് വെയിറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ്, മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്.
പ്രോമിസ് ആർ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അത് വേഗം ചെയ്ത് തീർക്കുന്നു. അതിനെയാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. നമ്മൾ ചെയ്യുന്നില്ല, മറ്റയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നുള്ളൂ, ആശ്രയിച്ചിട്ട് അല്ലേ. അതിൽ തന്നെ അർത്ഥമുണ്ട് ആ വേർഡിന്. When the performance of one party depends on the prior performance of the other party, അതിനെയാണ് promise of mutual and dependent എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഓർ കൺകറൻറ്റ്. വെൻ ദി പ്രോമിസസ് ആർ ടു ബി പെർഫോംഡ് സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദി പ്രോമിസ് ആർ മ്യൂച്വൽ, അതിനെയാണ് മ്യൂച്വൽ ഓർ കൺകറൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരേ സമയം തന്നെ രണ്ടാളും കൂടി ചേർന്നിട്ട് കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് പറഞ്ഞാൽ ഒരേ സമയം തന്നെ രണ്ടുപേരും ഒരുമിച്ച് കൂടി ചേർന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്, മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, പിന്നെ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. ഇനി റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. ഈ റെസിപ്രോക്കൽ പ്രോമിസ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂളുകളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എന്തൊക്കെ നിയമങ്ങളാണ് ഈ റെസിപ്രോക്കൽ പ്രോമിസിൽ നമുക്ക് പറയാനുള്ളത് എന്നുള്ള 6 പോയിൻറ്റുകളാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് പെർഫോമൻസ്. സൈമൾട്ടേനിയസ് പറഞ്ഞാൽ ഒരേപോലെ ഒരേ സമയം തന്നെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുക. പിന്നെ റിഗാർഡിംഗ് ഓർഡർ ഓഫ് പെർഫോമൻസ്, ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുക. ഇഫക്ട്സ് ഓഫ് പ്രിവെൻറ്റിംഗ് ദ പെർഫോമൻസ്, എങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രിവെൻറ്റ് ചെയ്യുന്ന തടയുക. ഇഫക്ട്സ് ഓഫ് നോൺ പെർഫോമൻസ് ബൈ ദി പാർട്ടി ഹൂ ഈസ് പെർഫോം ഫസ്റ്റ്. പിന്നെ റെസിപ്രോക്കൽ പ്രോമിസസ്, വൺ ലീഗൽ ആൻഡ് ഒന്ന് ലീഗലായിരിക്കും, മറ്റേത് എങ്ങനെയാണ് വൺ ലീഗൽ ആൻഡ് അതർ ഇല്ലീഗൽ. പിന്നെ അൾട്ടർനേറ്റീവ് പ്രോമിസ്, വൺ ബ്രാഞ്ച് ബീയിങ് ഇല്ലീഗൽ. അൾട്ടർനേറ്റീവ് പ്രോമിസ് ഒരു ബ്രാഞ്ച് എങ്ങനെയാണ് വരുന്നത്, ഇല്ലീഗലായിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. എന്തൊക്കെ റൂൾസുകളാണ് നമുക്കതിൽ പറയാനുള്ളത്. റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് പെർഫോമൻസ്, ഒരേ സമയം തന്നെ ചെയ്യുക, സൈമൾട്ടേനിയസ് ആയിട്ട്. വെൻ ഈ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ് ടു ബി സൈമൾട്ടേനിയസ്ലി പെർഫോംഡ്, ദി പ്രൊമിസർ നീഡ് നോട്ട് പെർഫോം ഹിസ് പ്രോമിസ് അൺലെസ് ദി പ്രൊമിസി ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ആസ് പെർ ദി റെസിപ്രോ. അപ്പോൾ രണ്ടുപേരും ഒപ്പം പ്രൊമിസറും പ്രൊമിസിയും ഒരേ സമയം ചേർന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നാൽ മാത്രമാണ് അതിനെ റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് പെർഫോമൻസ് എന്ന്. ഇൻ സച്ച് കേസ് ബോത്ത് ദി പാർട്ടീസ് ആർ ടു പെർഫോം ദെയർ പ്രോമിസ് സൈമൾട്ടേനിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റിഗാർഡിംഗ് ഓർഡർ ഓഫ് പെർഫോമൻസ്, ഓർഡറിനനുസരിച്ചിട്ട്. where the order by which reciprocal promise are to be performed is expressly fixed by, express ആയിട്ട് പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. fixed by contract, they shall be performed in the order, and where the order is not expressly fixed by the contract, they shall be performed in that order which the nature of transaction, എന്താണോ ട്രാൻസാക്ഷൻ്റെ നേച്ചർ ചെയ്യുക അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇഫക്ട്സ് ഓഫ് പ്രിവെൻറ്റിംഗ് ദ പെർഫോമൻസ്, എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക, തടയുക. When a contract contains reciprocal promise, one party to the contract prevents the other from performing his promise. അല്ലേ, വോയിഡബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരാളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് പറയുന്നത് കോൺട്രാക്ട്സ് ബിക്കം വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടി സോ പ്രിവെൻറ്റഡ്. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടീസ് കൂടി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അത് നമുക്ക് വോയിഡബിൾ ആണ്, നിയമം അംഗീകാരമില്ലാത്തതാണ് എന്ന് മനസ്സിലായാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഇഫക്ട്സ് ഓഫ് നോൺ പെർഫോമൻസ് ബൈ ദി പാർട്ടി ഹൂ ഈസ് ടു ബി പെർഫോംഡ് ഫസ്റ്റ്. അപ്പോൾ നോക്കുക, വെൻ ദി പെർഫോമൻസ് ഓഫ് വൺ പാർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രയർ പെർഫോമൻസ് ഓഫ് ദി അതർ പാർട്ടി. അല്ലേ, പ്രയർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുക. അപ്പോൾ വെൻ ദി പെർഫോമൻസ് ഓഫ് വൺ പാർട്ടി, ഒരു പാർട്ടിയുടെ പെർഫോമൻസ് എന്തിനെയാണ് ആശ്രയിക്കുന്നത്, പ്രയർ പെർഫോമൻസ് ഓഫ് ദി അതർ പാർട്ടി, മുന്നേ എങ്ങനെയാണോ ആ പാർട്ടി പെർഫോം ചെയ്ത് വെച്ചെങ്കിൽ അതിനെയാണ്. അപ്പോൾ ദി പാർട്ടി ഹൂ ഈസ് ലേബിൾ ടു പെർഫോം ഫസ്റ്റ് ഫെയിൽ ടു പെർഫോം ഇറ്റ്, ദെൻ സച്ച് എ പാർട്ടി കനോട്ട് ക്ലെയിം ദ പെർഫോമൻസ് ഓഫ് ഫ്രം ദി അതർ പാർട്ടി. അല്ലേ, അപ്പോൾ ആദ്യം ചെയ്യുന്ന ആൾ തെറ്റായിട്ടാണ് ചെയ്തു വെച്ചത് വെച്ചെങ്കിൽ മറ്റൊരാളോട് ക്ലെയിം ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ദെൻ സച്ച് എ പാർട്ടി കനോട്ട് ക്ലെയിം ദ പെർഫോമൻസ് ഫ്രം ദി അതർ പാർട്ടി ആൻഡ് മസ്റ്റ് മേക്ക് കോമ്പൻസേഷനും കിട്ടുന്നില്ല. അപ്പോൾ ഇഫക്ട്സ് ഓഫ് നോൺ പെർഫോമൻസ് ബൈ ദി പാർട്ടി ഹൂ ഈസ്, നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്തു വെച്ചു പക്ഷേ അത് ചെയ്ത് തെറ്റായിരുന്നു, അപ്പോൾ നമുക്കതിൻ്റെ ക്ലെയിമും കോമ്പൻസേഷനും യാതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റെസിപ്രോക്കൽ പ്രോമിസ്, വൺ ലീഗൽ ആൻഡ് ഒരാൾ ലീഗലായിട്ട് ചെയ്യുന്നു മറ്റൊരാൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്നു. വെൻ പേഴ്സൺ റെസിപ്രോക്കലി പ്രോമിസ് ഫസ്റ്റ്ലി ഡു സർട്ടൻ തിങ്സ് വിച്ച് ആർ ലീഗൽ, ആദ്യം ചെയ്തു, ആൻഡ് സെക്കൻഡ്ലി അണ്ടർ സ്പെസിഫൈഡ് ചില സർക്കംസ്റ്റാൻസിൽ ഡു സർട്ടൻ തിങ്സ് വിച്ച് ആർ ഇല്ലീഗൽ.
ദി ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രോമിസ് ഈസ് എ കോൺട്രാക്ട് ബട്ട് സെക്കൻഡ് സെറ്റ് ഈസ് എ വോയിഡ് എഗ്രിമെൻറ്റ്. ആദ്യത്തെ കോൺട്രാക്റ്റുമായിരിക്കും വോയിഡ് പറഞ്ഞാൽ നിയമപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? വോയിഡ് എഗ്രിമെൻറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, അൾട്ടർനേറ്റീവ് പ്രോമിസ് വൺ ബ്രാഞ്ച് ബീയിങ് ഇലീഗൽ. ഒരു ഭാഗം ഒരു ബ്രാഞ്ച് മാത്രം ഇലീഗലായിട്ട് വരിക അല്ലേ. ഇൻ ദി കേസ് ഓഫ് അൾട്ടർനേറ്റീവ് പ്രോമിസ് വൺ ബ്രാഞ്ച് ഓഫ് വിച്ച് ഈസ് ലീഗൽ ആൻഡ് അതർ ഈസ് ഇലീഗൽ, ദ ലീഗൽ ബ്രാഞ്ച് ക്യാൻ ബി എൻഫോഴ്സ്. അത് നമുക്കറിയാവുന്ന ലീഗൽ ബ്രാഞ്ച് എൻഫോഴ്സ് ചെയ്യുന്നു, അല്ലാത്ത അൺഎൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. എന്തൊക്കെ റൂൾസുകളാണ് റെസിപ്രോക്കൽ പ്രോമിസിൽ നമുക്ക് പറയാനുള്ളത്? റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് പെർഫോമൻസ്, റിഗാർഡിംഗ് ഓർഡർ ഓഫ് പെർഫോമൻസ്, effects of preventing the performance, effects of non-performance by the party who is to perform first. Reciprocal promises, one legal, other illegal. Last one, alternative promise, one branch being illegal. അപ്പോൾ ഇലീഗലും ലീഗലും വന്നാൽ ലീഗലായ ഭാഗം എൻഫോഴ്സിബിൾ ആയിരിക്കും, ഇലീഗലായ ഭാഗം എൻഫോഴ്സിബിൾ ആയിരിക്കില്ല, വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ്. എന്താണ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്? അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു എ തേർഡ് പാർട്ടി. മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ത്? കോൺട്രാക്ച്വൽ റൈറ്റ്സും ലാബിലിറ്റീസും ഒക്കെ തേർഡ് പാർട്ടി പറഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു എ തേർഡ് പേഴ്സൺ. കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതൊരു തേർഡ് പേഴ്സണെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ട് മീൻസ് ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു എ തേർഡ് പാർട്ടി. അതെങ്ങനെയൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ ഇറ്റ് ടേക്ക് പ്ലേസ് ഐതർ രണ്ട് തരത്തിലാണ് വരുന്നത്. ദി ആക്ട് ഓഫ് ദി പാർട്ടീസ്, ദി ഓപ്പറേഷൻ ഓഫ് ദി ലോ. രണ്ട് തരത്തിലാണ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്. ആക്ട് ഓഫ് ദി പാർട്ടീസിൻ്റെ ആക്ടിനനുസരിച്ചിട്ടും ഓപ്പറേഷൻ ഓഫ് ലോനും അനുസരിച്ചിട്ടാണ്. അസൈൻമെൻറ്റ് ബൈ ആക്ട് ഓഫ് ദി പാർട്ടീസ്. അസൈൻമെൻറ്റ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ് ടേക്ക് പ്ലേസ് വെൻ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ദംസെൽസ് മേക്സ് ദി അസൈൻമെൻറ്റ് അല്ലേ. അവരതായ രീതിയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. The agreement is subject to the following rules. Assignment of contractual liabilities. രണ്ടെണ്ണമാണ്. അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ച്വൽ ലാബിലിറ്റീസും അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സുമാണ് അതിൽ വരുന്നത്. കോൺട്രാക്ച്വൽ ലാബിലിറ്റി പറഞ്ഞാൽ അണ്ടർ സെക്ഷൻ 40 കോൺട്രാക്ട്സ് ഇൻവോൾവിങ് പേഴ്സണൽ എബിലിറ്റി ഓഫ്, അതിൽ വരുന്നത് പേഴ്സണൽ എബിലിറ്റി ഓഫ് സ്കില്ല്, എനി അതർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ കനോട്ട് ബി അസൈൻ. അത് നമുക്ക് അസൈൻ ചെയ്യാം. ഒരാളുടെ പേഴ്സണൽ സ്കില്ല് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് കനോട്ട് ബി അസൈൻഡ്. പെയിൻറ്റിങ് ഓഫ് എ പിക്ചർ ബൈ പെയിൻറ്റ് അത് നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. എ പ്രൊമിസർ കനോട്ട് അസൈൻ ഹിസ് ലാബിലിറ്റി അണ്ടർ എ കോൺട്രാക്ട്. എന്തൊക്കെ ലാബിലിറ്റീസ് ആണുള്ളത് എന്നും അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഈ രണ്ട് പോയിൻ്റാണ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ച്വൽ ലാബിലിറ്റീസ് എന്നുള്ളതിൽ പറയാനുള്ളത്. പിന്നെ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആണ് നമ്മൾ അസൈൻ ചെയ്യാനുള്ളത്. ദ റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ് അണ്ടർ എ കോൺട്രാക്ട് കനോട്ട് ബി അസൈൻഡ്. അത് നമുക്ക് റൈറ്റ്സും പിന്നെ എന്താണ് ബെനിഫിറ്റ്സും അസൈൻ ചെയ്യാൻ, ഇഫ് ദേ ആർ ഓഫ് പേഴ്സണൽ നേച്ചർ ആണെങ്കിൽ നമുക്കത് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ആൻ ആക്ഷനബിൾ ക്ലെയിം ക്യാൻ ബി അസൈൻ ഓൺലി ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. എങ്ങനെയാണ് നമുക്കിനി ആക്ഷനബിൾ ക്ലെയിം നമുക്ക് എങ്ങനെയാണ് അസൈൻ ചെയ്യാൻ? എഴുതിയിട്ട് അല്ലേ, റൈറ്റിംഗ്. നോട്ടീസ് ഓഫ് സച്ച് അസൈൻമെൻറ്റ് മസ്റ്റ് ബി ഗിവൻ. നോട്ടീസ് കൊടുക്കുകയാണ് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ എന്താ ഇപ്പം നമ്മൾ പറഞ്ഞത്? അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റാണ് പറഞ്ഞത് അല്ലേ. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഇപ്പം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു എ തേർഡ് പേഴ്സൺ. കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് തേർഡ് പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ടായിട്ട് പറഞ്ഞു, അസൈൻമെൻറ്റ് ഓഫ് പാർട്ടീസും അസൈൻമെൻറ്റ് ഓഫ് ലോയും ഓപ്പറേഷൻ ഓഫ് ലോയും പറഞ്ഞു. അസൈൻമെൻറ്റ് ഓഫ് പാർട്ടീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ച്വൽ ലാബിലിറ്റിയും അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സുമാണ് പറഞ്ഞത് അല്ലേ. കോൺട്രാക്ച്വൽ ലാബിലിറ്റിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരാളുടെ സ്കില്ല്, പേഴ്സണൽ ക്വാളിഫിക്കേഷനൊന്നും നമുക്ക് മുൻകൂട്ടി അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതേമാതിരി അയാളുടെ ലാബിലിറ്റീസ് ഒന്നും കനോട്ട് അസൈൻ ഹിസ് ലാബിലിറ്റീസ് എന്തൊക്കെ നേച്ചറാണെന്ന് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി കോൺട്രാക്ച്വൽ റൈറ്റ്സിൽ റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ് കനോട്ട് അസൈൻഡ് പറ്റില്ല. അതേമാതിരി തന്നെ ആക്ഷനബിൾ ക്ലെയിം ക്യാൻ ബി അൺസൈൻഡ്. എങ്ങനെയാണ്? ബൈ എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. ഈ സെക്കൻഡ് കാറ്റഗറി അസൈൻമെൻറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അസൈൻമെൻറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ടേക്ക് പ്ലേസ് ദി ഫോളോയിങ് കേസ്. എങ്ങനെയൊക്കെ? ഓപ്പറേഷൻ ഡെത്ത്, പാർട്ടി മരിച്ചു പോവുക അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആവുക, പാപ്പരാവുക, ഒന്നുമില്ലാത്ത സ്റ്റേജിനെയാണ്.
പാപ്പരാവുന്നതിനെയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എനി പാർട്ടി ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി ഡിക്കീസ്ഡ് പാർട്ടി പാസ് ടു ഹിസ് ലീഗൽ. നമുക്കറിയാം ഒരു പാർട്ടി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അനന്തരാവകാശികൾ ആരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ ഇൻസോൾവൻ്റ് ആവുന്ന പാപ്പരാവുമ്പോൾ ഡിസൊല്യൂഷൻ അല്ലേ. അപ്പം നമ്മൾ എല്ലാ അസറ്റും ലയബിലിറ്റീസൊക്കെ വിറ്റ് കൊടുക്കാനുള്ളവർക്കൊക്കെ കാശ് കൊടുത്ത് തീർക്കുക അല്ലേ. അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എനി പാർട്ടി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി ഇൻസോൾവൻറ്റ് പാർട്ടി പാസ് ടു ദി ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി ആസ് ദ കേസ് മേ ബി. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ അസൈൻമെൻറ്റ് പറഞ്ഞു അല്ലേ. ട്രാൻസ്ഫേഴ്സ് എന്ത് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ടു എ തേർഡ് പാർട്ടിയിലേക്ക് റൈറ്റ്സും ഒബ്ലിഗേഷൻസും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് രണ്ട് തരത്തിലാണ്. ആക്ട് ഓഫ് പാർട്ടീസും ഓപ്പറേഷൻ ഓഫ് ലോയുമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ആക്ട് ഓഫ് പാർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓപ്പറേഷൻ ഓഫ് ലോനെ രണ്ടായിട്ട്, ഡെത്ത് ആൻഡ് ഇൻസോൾവൻസി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണ് നമുക്കിതിൽ പറയാനുള്ളത്, അസൈൻമെൻറ്റ് ആൻഡ് സക്സഷൻ. അസൈൻമെൻറ്റ് ആൻഡ് സക്സഷൻ എന്നുള്ളതാണ്. അതിൽ എന്താ പറയുന്നത്, ബോത്ത് ദ ബെനിഫിറ്റ് ആൻഡ് ബേർഡൻ അറ്റാച്ച് ടു എ കോൺട്രാക്ട് അപ്പോൺ ഹിസ് ലീഗൽ ഹയേഴ്സ് ഇൻ കേസ് ഓഫ് സക്സഷൻ. അപ്പോൾ അതാണ് പറയുന്നത്, എന്തൊക്കെ ബെനിഫിറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോൺട്രാക്റ്റിലുള്ളത് വെച്ചെങ്കിൽ അയാൾ എന്താണ് ഡിവോൾ അപ്പോൺ ഹിസ് ലീഗൽ ഹയേഴ്സിനാണ് നമ്മൾ ചെയ്യുന്നത്. എ നോൺ സക്സീഡിങ് ഹിസ് ഫാദേഴ്സ് എസ്റ്റേറ്റ് ഷാൾ ബി ലയബിൾ ടു മീറ്റ് ദ ഡെബ്റ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഹിസ് ഫാദർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ്. However, in assignment, only the benefit of the contract can be assigned, not the liability attached to it. അപ്പോൾ ഇനി അസൈൻമെൻറ്റ് ഓൺലി ബെനിഫിറ്റ് മാത്രം അസൈൻ ചെയ്യുക, liability are not attached to it. അപ്പോൾ സക്സഷനിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ both the benefit and burden attached to the contract devolve upon his legal heirs in the case of succession. എല്ലാതും നമ്മളിപ്പോൾ ഒരു പാർട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ റൈറ്റ്സും എല്ലാതും ആർക്കാണ്, അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ലീഗൽ ഹയേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ ഈ ടോപ്പിക് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹു ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് പറഞ്ഞു അല്ലേ. ടൈം ആൻഡ് പ്ലേസ് പറഞ്ഞു അല്ലേ. ടൈം ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് അല്ലേ. ടൈം എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ് പറഞ്ഞു. പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രൊമിസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ റെസിപ്രോക്കൽ പ്രൊമിസസ് പറഞ്ഞു അല്ലേ. ടൈപ്സ്, അതിൽ വരുന്ന റൂൾസ് എന്തൊക്കെയാണ്, റെസിപ്രോക്കൽ പ്രോമിസിൽ വരുന്ന റൂൾ. പിന്നെ അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് എന്താണ്. അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് രണ്ട് തരത്തിലാണ് വരുന്നത്. ആക്ട് ഓഫ് പാർട്ടീസും ഓപ്പറേഷൻ ഓഫ് ലോയും രണ്ട് തരത്തിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് എടുക്കാനുള്ളത് ലാസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ. നമ്മളിപ്പോൾ ഈ കോൺട്രാക്റ്റ് ആയിട്ടുള്ള എത്ര ചാപ്റ്ററുകളായി എടുത്തു വരുന്നു അല്ലേ. അതിൽ ലാസ്റ്റ് ചാപ്റ്ററായി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളൊരു ചാപ്റ്ററും കൂടിയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. ആ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റും കൂടി എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ഈ ഭാഗം നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഡിസ്ചാർജ്. എപ്പോഴും എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയൊക്കെയാണ് ഈ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നെക്സ്റ്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് നമുക്ക് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ശരി, ഓക്കെ.